ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസിയാണ്, കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൽപേടയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലും പഞ്ചസാരയുടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏത് പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല. എല്ലാം കൂടെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ കുറച്ച് കൊക്കോ പൗഡർ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 2 കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്യാതെ തന്നെ ഇത് പേടയാക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ കൊക്കോ പൗഡർ മിക്സ് ചെയ്തതൂടെ ഇതിലേക്കൊന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കുറേശ്ശെയായിട്ട് കയ്യിലെടുത്തിട്ട് ഒന്ന് പേടയുടെ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പേടയുടെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പിസ്ത വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ റോസ് പെറ്റൽസ് ആണ്, ഇതിൻ്റെ ഡ്രൈ ആക്കിയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പേടയുടെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്